Assalamu alaikum. Welcome to my channel. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് അമൃതം ന്യൂട്രിമിക്സ് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അമൃതം ന്യൂട്രിമിക്സ് അങ്കണവാടി വഴി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫുഡാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റഡ് അവൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ അമൃതം പൊടി 3 കപ്പ് എടുത്തിട്ടുള്ളത്. ഈ ഒരളവിലാണ്. അതുപോലെ തന്നെ അതേ കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് തേങ്ങ അളന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു തേങ്ങ മുഴുവനായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 3 ശർക്കര, അതുപോലെ തന്നെ 5 ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 ആൽമണ്ടും അതുപോലെ തന്നെ 6 അണ്ടിപ്പരിപ്പ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം, നമുക്കിപ്പോൾ 1/2 ഗ്ലാസ്സൊക്കെ ആവശ്യം വരുള്ളൂ. നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 3 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ചെറുതായിട്ടൊന്ന് നെയ്യിലിട്ട് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് പൊടിയൊക്കെ മിക്സ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിത് അരിച്ചെടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയൊന്നും ആവശ്യം ഇല്ല നമുക്ക് സാധാരണ ചെയ്യുമ്പോൾ. ഇപ്പം ഇനി ഞാൻ അമൃതം പൊടി ഒരു പാനിലെടുത്തിട്ടുണ്ട്. ഇതൊരു 5-10 മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇത് ചൂടാവണം പൊടി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയൊക്കെ ഇതിൽ മിക്സ്ഡ് ആയതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കളർ ചേഞ്ച് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പാനിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ അത് കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പെട്ടെന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. പിന്നെ തേങ്ങ ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് കുറേശ്ശായിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ന്യൂട്രിമിക്സിൽ ഓൾറെഡി മധുരം ഉണ്ട്. എന്നാലും നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസ് പോലെ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്കിത് പിറ്റേന്നൊക്കെ കഴിക്കാനായിരിക്കും നല്ല രസം ഉണ്ടാവുക. ഈ ഇത്തരത്തിലുള്ള റെസിപ്പിയൊക്കെ ചെയ്യുമ്പം 1-2 ദിവസം വരെയൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ അവലൊക്കെ ഉള്ളതുകൊണ്ട് മധുരം ഒളിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പിറ്റേന്നൊക്കെ എടുക്കുമ്പോൾ മധുരം വളരെ കുറഞ്ഞിരിക്കും. കുറച്ചധികം തന്നെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3 ശർക്കര എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടൊന്നും ആവശ്യമില്ല, എന്നാലും നിങ്ങളുടെ ഒരു മധുരം അനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ.
അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മുടെ നെയ്യും അതുപോലെ തന്നെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ കൈകൊണ്ട് തിരുമ്മിയെടുക്കണം. എല്ലാ ഭാഗത്തും മിക്സൊക്കെ എത്തുന്ന രീതിയിൽ ശർക്കരയൊക്കെ എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. തുടർന്ന് വീഡിയോസൊക്കെ കാണാം. ഇതിൽ ക്രാഫ്റ്റ്സ് വീഡിയോസ് കൂടി ഈ ചാനൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ കുറച്ചുകൂടി ജാഗരി ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് പിന്നെ എടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും, കൂടുതൽ മധുരം ഉണ്ടായിരിക്കുമ്പോഴാണ് അതിന് ശരിക്കുള്ള ഒരു ടേസ്റ്റ് വരിക. നിങ്ങളങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ കയ്യിൽ എണ്ണ തടവിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ പോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ മാറ്റാം. പിന്നെ ഈ ഒരു റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല. അത് കഴിക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവുകയൊന്നും ചെയ്യില്ല. ശരിക്കും അരി ഉണ്ടാക്കിയ പോലെ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അവിലൊക്കെ വരുന്നതുകൊണ്ട് നല്ല പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ്. നെയ്യൊക്കെ എല്ലാം നല്ല ഹെൽത്തി സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അവിലും ശർക്കരയൊക്കെ നല്ല ഇരുമ്പ് സത്തൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ കൂടി പോഷകത്തിൻ്റെ കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഗുണങ്ങൾ കിട്ടും. പിന്നെ ഇതിൽ മറ്റ് നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മുടെ അടിപൊളി അമൃത ലഡു റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കാണിക്കും കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുത്തിട്ട് ചെയ്യുക. കുറച്ച് ലൂസായിട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.